ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ആള് അകന്നു പോയി. പിന്നെ വേറെയും കുറേ ബ്ലോക്സൊക്കെ വന്നു. അങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പ് പോയിട്ട് ഇങ്ങനെ വിഷമിച്ച് മനസ്സ് തകർന്നിരിക്കുമ്പോഴാണ് ആള് സംസാരിച്ചത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു അതൊക്കെ കേട്ടപ്പോൾ. അപ്പം അതൊക്കെ സാറിൻ്റെ കോഴ്സ് ചെയ്തോടെ സംഭവിച്ച കാര്യങ്ങളാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്ലോക്ക് ഒരു മിനിറ്റ് കൊണ്ട് മാറ്റാൻ ആവശ്യമായ പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. എനിക്ക് വരുന്ന കോഴ്സിൽ വലിയൊരു ശതമാനം റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. പിണങ്ങിപ്പോയത്, അതോടൊപ്പം തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നങ്ങൾ, മിസ്കമ്മ്യൂണിക്കേഷൻ്റെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയർസ്, അങ്ങനെയുള്ള നിരവധി പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷനാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഈ പവർഫുള്ളായിട്ടുള്ള ടെക്നിക്ക് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് സ്നേഹം ലഭിക്കുന്നതാണ്. ആദ്യമായി തന്നെ നമുക്കൊരു കാര്യം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ നിന്നുള്ള ഫോക്കസ് പോകുന്നതാണ്. നമ്മളെക്കാളും ഇമ്പോർട്ടൻസ് മറ്റു വ്യക്തികൾ കൊടുക്കുക, അങ്ങനെയുള്ള രീതിയിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും തന്നെ ചേഞ്ച് വരാൻ പോകുന്നില്ല. നമ്മൾ റിലേഷൻഷിപ്പ് മാസ്റ്ററി എന്ന് പറയുന്ന പ്രോഗ്രാം 21 ദിവസത്തെ വാട്സപ്പ് ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പറയാൻ സെൽഫ് ഫീലിംഗ് ആണ്. നമ്മളെ ഹാപ്പിനെസ്സിനെ, അതോടൊപ്പം തന്നെ നമ്മളെ ക്ലെൻസിങ്, ഇന്നർ ക്ലെൻസിങ് എന്ന് പറയും. നമ്മളെ തന്നെ ഹീൽ ചെയ്ത് കൊണ്ടുവരുന്നെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് വരും. എപ്പോഴും നമ്മളൊരു വ്യക്തി നഷ്ടപ്പെടുന്ന സമയത്ത് ആ വ്യക്തി നഷ്ടപ്പെട്ടല്ലോ, എൻ്റെ ജീവിതം തൊലഞ്ഞു പോയി, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇനി ആരുടെ എന്നുള്ള ഒരു ഇൻസെക്യൂർ ആയിട്ടുള്ള ചിന്തയാണ് നമ്മളിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ള ബന്ധങ്ങളും നമുക്ക് നഷ്ടപ്പെടുന്നതാണ്. അവിടെയാണ് ഇതേപോലെയുള്ള ലോ ഓഫ് അട്രാക്ഷനും അതേപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ ഇമ്പോർട്ടൻസും എന്ന് പറയുന്നത്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ എത്രയോ നൂറുകണക്കിന് സക്സസ് സ്റ്റോറീസ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് ഒരിക്കലും തിരികെ വരില്ല എന്ന് പറഞ്ഞ ബന്ധങ്ങളെല്ലാം തന്നെ തിരികെ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സക്സസ് സ്റ്റോറി ഞാനിവിടെ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ മുൻപായിട്ട് ഈ പവർഫുള്ളായിട്ടുള്ള ടെക്നിക്ക് എന്താണ്, അതായത് ഈ ഒരു പവർഫുൾ ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈൻ ലവ് ടുഗദർ എന്നുള്ളതാണ്. ഡിവൈൻ ലവ് ടുഗദർ എന്നുള്ളതാണ് ഈ പവർഫുള്ളായിട്ടുള്ള സ്വിച്ച് വേർഡ്. ഇത് പറയുന്ന സമയത്ത് നിങ്ങളും ആ വ്യക്തി ടുഗദർ, അതായത് ഒരുമിക്കുന്ന നിമിഷങ്ങൾ, ഒരുമിച്ച് നിങ്ങൾ സ്പെൻഡ് ചെയ്ത ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ്, അത് നിങ്ങൾ ഏതെങ്കിലും പാർക്കിലോ ബീച്ചിലോ എവിടെയും സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഹാപ്പിനെസ് മൊമെൻറ്റ് ഫീൽ ചെയ്തതിന് ശേഷമാണ് ഈ ഡിവൈൻ ലവ് ടുഗദർ എന്ന് പറയുന്ന ഈ ഒരു പവർഫുള്ളായിട്ടുള്ള സ്വിച്ച് വേർഡ് ഉപയോഗിക്കേണ്ടത്. അതായത് ദൈവികമായ സ്നേഹമാണ് നിങ്ങളെ ഒരുമിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള ഫീലിങ്ങോടെ വേണം ഈ ഒരു സ്വിച്ച് വേർഡ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അത് എത്ര തവണ പറയാനുള്ള കാര്യം ഈ ഒരു സക്സസ് സ്റ്റോറിക്കേഷൻ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ റിലേഷൻഷിപ്പിൻ്റെ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് പ്രണയത്തിലേക്ക് മാറി, അന്നേരം വീട്ടുകാർ തമ്മിൽ പ്രശ്നങ്ങൾ, അതിൻ്റെ ഇടയ്ക്ക് ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ, എല്ലാം തകർന്ന അവസ്ഥയിൽ അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്തു. അദ്ദേഹം നമ്മളെല്ലാ ക്ലാസ്സുകളും അദ്ദേഹം നോക്കിയ ഒരു ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചെയ്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്ത ഒരു ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് മാസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്. അതിലെ കറക്റ്റായിട്ട് ഹീലിംഗ് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് ആ കോഴ്സിൻ്റെ ഉള്ളിൽ തന്നെ റിസൾട്ട് കിട്ടി. ആ വ്യക്തി തിരികെ വന്നു, അതോടൊപ്പം തന്നെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം അല്ലെങ്കിൽ ഒന്നിച്ച് ജീവിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതെല്ലാം തന്നെ സംഭവിക്കുന്നത് എന്താണ്, സെൽഫ് ഹീലിംഗ് ആണ്. അന്നേരം ആ സക്സസ് സ്റ്റോറിക്ക് ശേഷം ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള സ്വിച്ച് വേർഡ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് എത്ര തവണ പറയുന്നുള്ള കാര്യം പറയുന്നതായിരിക്കും. നമസ്കാരം അൻവിൻ സാർ. ഞാൻ ഒരു വ്യക്തിയായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നു. പിന്നെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഫ്രണ്ട്ഷിപ്പ് പ്രണയമായിട്ട് മാറി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് വീട്ടിൽ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ആൾ അകന്നു പോയി. പിന്നെ വേറെയും കുറേ ബ്ലോക്സൊക്കെ വന്നു. അങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പ് പോയിട്ട് ഇങ്ങനെ വിഷമിച്ച് മനസ്സ് തകർന്നിരിക്കുമ്പോഴാണ് യൂട്യൂബിൽ ഞാൻ അൻവിൻ സാറിൻ്റെ വീഡിയോസ് കാണുന്നത്. അപ്പോൾ ഞാൻ കുറേ വീഡിയോസ് കണ്ടു. പിന്നെ അങ്ങനെ കണ്ട് അവസാനം എനിക്ക് സാറിന് മെസ്സേജ് അയക്കണമെന്ന് തോന്നി. അങ്ങനെ സാറിനെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ സാറ് ഓരോ കോഴ്സുകൾ പറഞ്ഞു തന്നു. പിന്നെ സാറിൻ്റെ പല കോഴ്സുകളിലും ജോയിൻ ചെയ്തു. അങ്ങനെ സാർ അതിൽ പറയുന്ന മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ അതേപോലെ ചെയ്തു. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് കണ്ടു തുടങ്ങി. നോ കോൺടാക്റ്റിലായിരുന്നു ഞങ്ങൾ. അതിങ്ങനെ പതുക്കെ കോൺടാക്റ്റിൽ വന്നു. പിന്നെ ആളെ നേരിട്ട് കണ്ട് സംസാരിച്ചു. അപ്പോൾ ഭയങ്കര സ്നേഹത്തോടെയായിരുന്നു ആൾ സംസാരിച്ചത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു അതൊക്കെ കേട്ടപ്പോൾ. അപ്പം അതൊക്കെ സാറിൻ്റെ കോഴ്സ് ചെയ്തോടെ സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പം ഞങ്ങളിപ്പോൾ എന്തൊക്കെ വന്നാലും ഒരുമിച്ച് നിൽക്കും എന്നുള്ളൊരു ഡിസിഷനും എടുത്തു. വീട്ടിൽ രണ്ടുപേരും പറഞ്ഞ് സമ്മതിപ്പിക്കാം. അത് സമ്മതിക്കുമെന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ഉറപ്പുണ്ട്. ഞങ്ങൾ സമ്മതിപ്പിക്കുമെന്ന് ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അങ്ങനെ ഇപ്പോൾ ഹാപ്പിയാണ്. അപ്പോൾ സാറിനും യൂണിവേഴ്സിനും നന്ദി. ആദ്യമായി തന്നെ ഈ ഒരു സക്സസ് സ്റ്റോറി അയച്ചെന്ന വ്യക്തിയോട് ഞാൻ നന്ദി പറയണം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമ്മളെ ക്ലാസ്സിലേക്ക് വരുന്ന മുന്നേ കുറേ പ്രശ്നങ്ങളായിരുന്നു. ഇന്ന് പാരൻസ് തമ്മിലുള്ള പ്രശ്നം, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ, റിലേറ്റീവ്സിൻ്റെ ഇടയിൽ മൊത്തം പ്രോബ്ലമായിരുന്നു. കറക്റ്റായിട്ട് നമ്മളെ ക്ലാസ്സിലെ മെഡിറ്റേഷൻ കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ മിറാക്കിൾസാണ് സംഭവിക്കുന്നത്. ഇപ്പം മാരേജ് ഫിക്സായി കാര്യങ്ങളെല്ലാം ഉഷാറായിട്ട് പോകുന്നു എന്ന് അദ്ദേഹം മെസ്സേജ് അയച്ചിരുന്നു. അന്നേരം ഇതെല്ലാം സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സെൽഫ് ഹീലിംഗ് ആണ്. അതായത് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ബ്ലോക്ക് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ബ്ലോക്ക് മാറ്റുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ 100% ഉറപ്പായിട്ട് നമ്മൾ മാറുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾ മാറുന്നതാണ്.
പിന്നെ കുറേ പേര് ചോദിച്ചിരുന്നു റിലേഷൻഷിപ്പ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മാസ്റ്ററി എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. അതിനാൽ നാളെ വൈകുന്നേരമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ക്ലാസ്സിലേക്ക് കൂടുതൽ പേരെ ഞാൻ ജോയിൻ ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഏകദേശം 50 പേർക്ക് മാത്രമാണ് അവസരമുള്ളത്. നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൻ്റെ പ്രോബ്ലം അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് മാസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 21 ദിവസത്തെ വാട്സപ്പ് ക്ലാസ്സാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഫ്രീ ടൈമിൽ രാവിലെയും വൈകിട്ടുമായി വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ മെഡിറ്റേഷനും ടാസ്കുകളും ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങളെ ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. റിലേഷൻഷിപ്പ് ഫോർഗിവ്നെസ് മെഡിറ്റേഷൻ, സെൽഫ് ലവ് മെഡിറ്റേഷൻ, റിലേഷൻഷിപ്പ് ഹീലിംഗ് മെഡിറ്റേഷൻ, ഹാർട്ട് ചക്ര മെഡിറ്റേഷൻ, പ്രാന്തിക് അട്രാക്ഷൻ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ കുറേ ടെക്നിക്സും മെഡിറ്റേഷൻ നമ്മൾ നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയധികം റിസൾട്ട് ഓരോ വ്യക്തികൾക്കും, അതായത് നമ്മളെ ക്ലാസ് പങ്കെടുക്കുന്ന വലിയൊരു ശതമാനം വ്യക്തികൾക്കും റിസൾട്ട് ഉള്ളിൽ തന്നെ കിട്ടാറുണ്ട്. കുറച്ച് ശതമാനം വ്യക്തികൾക്ക് അത് കഴിഞ്ഞിട്ട്, അതായത് ക്ലാസ് കഴിഞ്ഞിട്ടും കിട്ടാണ്ട്. അത് പ്രാക്ടീസ് പോലെ ഇരിക്കും. നമ്മൾ എത്രത്തോളം വിശ്വാസത്തോടെയാണോ ഇത് ചെയ്യുന്നത് അതിനനുസരിച്ച് റിസൾട്ട് കിട്ടുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ ഡിവൈൻ ലവ് ടുഗദർ എന്ന് പറയുന്ന സ്വിച്ച് വേർഡ് എത്ര തവണ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 55 തവണ 5 ദിവസം നിങ്ങളൊരു നോട്ട്ബുക്കിൽ എഴുതി വെക്കാം. അഥവാ 55x5 എന്ന് പറയുന്ന ടെക്നിക്ക്. അത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈൻ ലവ് ടുഗദർ എന്ന് പറയുന്ന സ്വിച്ച് വേർഡ് 55 തവണ രാത്രി എഴുതി വെക്കുക. രാത്രി ഏറ്റവും നല്ല സമയം രാത്രി അത് എഴുതി വെക്കുന്ന സമയത്ത് ആ വ്യക്തിയെ വിഷ്വലൈസേഷൻ ചെയ്ത് കൊണ്ടുവേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. അല്ലാതെ ചുമ്മാ വെറുതെ എഴുതാൻ വേണ്ടിയിട്ട് ഒരു റോബോട്ടിക്കായിട്ട് എഴുതിയിട്ട് കാര്യമില്ല. വിഷ്വലൈസേഷൻ ഓരോ വേർഡ്സ് എഴുതുന്ന സമയത്തും ആ വ്യക്തിയായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ഏറ്റവും ഹാപ്പിയുള്ള മൊമെൻറ്റ്സും നിങ്ങൾ ഏതൊരു റിലേഷൻഷിപ്പാണ് ആഗ്രഹിക്കുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾ 55 തവണ 5 ദിവസം, ഇന്നൊരു പേപ്പറിൽ എഴുതുക, അടുത്ത ദിവസം വേറെ പേപ്പറിൽ എഴുതുക, അങ്ങനെ 5 ദിവസം തുടർച്ച എഴുതിയിട്ട് 5-ാമത്തെ ദിവസം എന്ത് ചെയ്യുക, എഴുതി കഴിഞ്ഞിട്ട് നിങ്ങളത് കത്തിച്ച് കളയുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഈ 55x5 വളരെ പവർഫുൾ ടെക്നിക്കാണ്. വളരെ വലിയൊരു ശതമാനം ആൾക്കാരുടെ ജീവിതത്തിലും ഈ ഒരു സ്വിച്ച് വേർഡിലൂടെ മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിലും മാറ്റം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളിലേക്കും നന്മയും സന്തോഷവും ആരോഗ്യ സൗകര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.